ചവറ ഫ്രണ്ട്സ് തരംഗം സാഹിത്യകലാ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു. ആദരവ്, അവാർഡ് ദാനം, പുസ്തക പ്രകാശനം, സഹായ വിതരണം എന്നിവയും നടത്തി. ചവറ ഫ്രണ്ട്സ് തരംഗം സാഹിത്യ കലാ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിലാണ് കവിയരങ്ങ്, ആദരവ്, പുരസ്കാരദാനം, പുസ്തക പ്രകാശനം, ഭക്ഷ്യക്കിറ്റ് വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവ സംഘടിപ്പിച്ചത്. SNDP യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കവി കൊല്ലം ശേഖർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് V. വിജയമോഹൻ അധ്യക്ഷത വഹിച്ചു. സാബു മുകുന്ദപുരം, കനകമ്മ തങ്കപ്പൻ, രാധാ മോഹൻദാസ്, ലീല കരവാളൂർ, അനിത കൊല്ലം, സുചിത്ര മഞ്ജുഷ, പാലത്തറ കൃഷ്ണകുമാർ, മാലൂർ മുരളി, പുരുഷോത്തമൻ പുത്തൻകുളം, കൃഷ്ണകുമാർ മരിത്തടി, KE ബൈജു, ശിവദാസൻ പെരുമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. വിഭാഗീയത രൂക്ഷതരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിഭാഗീയതയുടെ അംശങ്ങളില്ലാതെ സൗഹൃദവും സാഹോദര്യവും നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ കഴിയുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രാദേശിക തലങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളാണ്. അതിലൂടെ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ നന്മ വാക്കുകളിലൂടെ വിവരിക്കാൻ, വിശദീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും സംഗീത ലോകത്തുമൊക്കെ ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറത്താണ് കലയും സാഹിത്യവും. ജാതിമത പരിപ്രേക്ഷ്യങ്ങളുടെ പരിധിയിൽ പരിമിതപ്പെടുത്താൻ കഴിയുന്നതല്ല കലയും സാഹിത്യവും. അതിന് ഭാഷയില്ല, ജാതിയില്ല, മതമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അതിർവരമ്പുകൾക്ക് അപ്പുറത്തായി നിൽക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് സാഹിത്യ പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും ഒക്കെ കൂട്ടായ്മ എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു നല്ല കൂട്ടായ്മയാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചവറ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നത്. ആസാദ് ആശീർവാദ് അധ്യക്ഷത വഹിച്ചു. SRK പിള്ള സ്വാഗതം പറഞ്ഞു. സുരേഷ് മാങ്കോണത്തിന്റെ ചിറകുകൾ തന്നവർ, പെരുമൺ ഷാജിയുടെ എന്റെ എഴുത്തിന്റെ ജാലകങ്ങൾ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. അഡിക്ഷൻ, പല രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ട്. ഇന്റർനെറ്റ് അഡിക്ഷൻ, നെറ്റ് അഡിക്ഷനാണ് ഒരു പ്രധാന അഡിക്ഷൻ. അതുപോലെ തന്നെ ഗെയിം അഡിക്ഷൻ, അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സിനോടുള്ള അഡിക്ഷൻസ്, ഇങ്ങനെ ഒരുപാട് തെറ്റായ പ്രവണതകൾ പോകുമ്പോൾ അവരെ മുഖ്യധാരയിൽ കൊണ്ടുപോകാൻ നമുക്ക് എന്തുകൊണ്ടും സാഹിത്യത്തെ ഉപയോഗിക്കാം, നല്ല കവിതകളെ ഉപയോഗിക്കാം. അപ്പോൾ അതിനൊക്കെ ഇവിടെ പ്രസക്തമായിട്ട് ഇപ്പോഴും ഈ വിഷയങ്ങൾ നിലനിൽക്കുകയാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. പഴയതുപോലെ ഒരു സ്വാധീനം ചെലുത്തുവാൻ ഒരുപക്ഷെ നമ്മുടെ നാടക പ്രസ്ഥാനങ്ങൾക്കോ സിനിമയ്ക്കോ സാഹിത്യത്തിനോ ഒന്നും കഴിയുന്നില്ല എന്നൊരു പരമാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വ്യക്തിത്വങ്ങളെ ഈ മേഖലയിലേക്ക് അടുപ്പിക്കുവാൻ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മളിവിടെ കാണുന്ന 2 പുസ്തകങ്ങളെ കാണുവാൻ. ജയലക്ഷ്മി, അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, റംലത്ത് കുണ്ടറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.